ആത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ അത് സർവശക്തൻ നമ്മോട് നേരിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനിൽ സർവശക്തൻ്റെ ഒരു ഭാഗം നമ്മളുടെ അടുത്തിരിക്കുകയാണ്. സ്പിരിച്വൽ എന്ന് നമ്മൾ പറയും. സ്പിരിച്വാലിറ്റിയാണ് ആത്മാവ്. അപ്പോൾ ഈ സ്പിരിച്വാലിറ്റി ശരിയായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ശരിയാവും. സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ പ്യൂരിറ്റിയാണ്. ആ ഒരു തോട്ട് പ്രോസസ്സ് സർവശക്തൻ്റെ പക്കൽ നിന്ന് നമ്മളുടെ അടുത്തെത്തുന്ന വളരെ ശുദ്ധമായ പരിശുദ്ധമായ പ്യുവർ തോട്ട്സ്, അത് ഈ ഒരു മാസത്തിൽ നമ്മളുടെ മനസ്സിൽ അത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതോടുകൂടി നമ്മളുടെ മറ്റ് എല്ലാ ഭാഗങ്ങളും ശരിയാകും. നമ്മളുടെ മനസ്സിലൊക്കെ പല ചിന്തകളും പല കാലഘട്ടങ്ങളിൽ വന്നിട്ട് മനസ്സിനൊക്കെ അശുദ്ധത ബാധിക്കും. സാധാരണമാണ്. ഇപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടർ എടുക്കുകയാണെങ്കിൽ ആ കമ്പ്യൂട്ടറിൽ പല ഭാഗങ്ങളും അതിൻ്റെ ഹാർഡ് ഡിസ്കിലൊക്കെ അത് പലപ്പോഴും പല നിലയിലും അത് ഒരു ഫ്രാഗ്മെൻ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. പല ചീത്ത ഭാഗങ്ങളും അൺവാണ്ടഡ് ഭാഗങ്ങളും കമ്പ്യൂട്ടറിൽ കയറിയിരിക്കും. അതേപോലെയാണ് നമ്മളുടെ മനസ്സൊരു വലിയ കമ്പ്യൂട്ടറാണ്. ആ കമ്പ്യൂട്ടറിൽ ഈ ഫ്രാഗ്മെൻറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മോശമായ ഫയൽസൊക്കെ ഡീഫ്രാഗ്മെൻറ്റ് ചെയ്ത് അത് നല്ലൊരു ഡീഫ്രാഗ്മെൻറ്റഡ് സ്റ്റേജിൽ അത് കൊണ്ടുവന്നുകൊണ്ട് ഏറ്റവും നല്ലൊരു ഹാർഡ് ഡിസ്ക് ഉണ്ടാക്കുവാനുള്ളൊരു സന്ദർഭമാണ് നമുക്ക് റംളാനിൽ ലഭിക്കുന്നത്. അത് ചെയ്തു കഴിഞ്ഞാൽ ഈ വേണ്ടാത്ത എല്ലാ ഇതുവരെ വന്ന ചിന്തകളും മാറ്റിക്കൊണ്ട് നല്ല ചിന്തകൾ മാത്രം നമുക്ക് ഭാവിയിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ പല ചിന്തകൾ, ഉദാഹരണത്തിന് നമ്മൾ ദേഷ്യം, ആങ്കർ, ക്രോധം, ഇത് വലിയൊരു നമ്മളൊക്കെ എല്ലാ സമയത്തും ഉണ്ടാവുന്നതാണ്. നമുക്ക് നമ്മോടും മറ്റുള്ളവരോടും ഒക്കെ തന്നെ ദേഷ്യം തോന്നാറുണ്ട്. അത് മാറ്റാൻ പറ്റുക. അല്ലെങ്കിൽ കാമം, പലപ്പോഴും സ്നേഹത്തിന് പകരം നമ്മളൊക്കെ കാമത്തിന് പലപ്പോഴും അടിമപ്പെട്ടു പോകാറുണ്ട്. അല്ലെങ്കിൽ ഭയം, ധൈര്യത്തിന് പകരം ഭയം, അതാണ് പലപ്പോഴും നമ്മളുടെ മനസ്സിലൊക്കെ ഉണ്ടാവുക. അല്ലെങ്കിൽ അസൂയ, മറ്റുള്ളവരെ പ്രശംസിക്കുന്നതിന് പകരം അവരുടെ വളർച്ചയിലുള്ള അസൂയ. അല്ലെങ്കിൽ സംശയം, പലപ്പോഴും ട്രസ്റ്റിന് പകരം നമുക്ക് പലപ്പോഴും സംശയമായിരിക്കും മറ്റുള്ളവർ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലിങ്ങനെ ഒരു ഡീഫ്രാഗ്മെൻറ്റഡ് ആയിട്ട് അൺവാണ്ടഡ് തോട്ട്സ് ഉണ്ടാകും. അതൊക്കെ ഡീഫ്രാഗ്മെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു നല്ലൊരു ഹാർഡ് ഡിസ്ക് ഉണ്ടാക്കുവാൻ ഉള്ളൊരു ശ്രമമാണ് ശരിക്കും ഈ റംളാൻ മാസത്തിൽ നടക്കേണ്ടത്. അത് വന്നു കഴിഞ്ഞാൽ ശരീരം അതിൻ്റെ ഒരു ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളും ശരീരത്തിലും ശരിയാകും. ശരീരത്തിന് വരുന്ന പല രോഗങ്ങളും മനസ്സിൽ നിന്നാണ് വരുന്നത്, ആത്മാവിൽ നിന്നാണ് വരുന്നത്. ആത്മാവിനെ നിയന്ത്രിച്ചാൽ അത് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും. മനസ്സിനെ നിയന്ത്രിച്ചാൽ നമുക്ക് നമ്മളുടെ ശരീരത്തിനെ നിയന്ത്രിക്കാൻ പറ്റും. അതാണ് ഈ ഒരു റംളാൻ മാസത്തിൽ ആരോഗ്യകരമായ ഒരു ചിന്ത എന്ന നിലയിൽ നാം ശരിക്കും ചെയ്യേണ്ടത്.